ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ഹംഗ്രി കുക്ക്. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ മിൽക്ക് ഷേക്കിന് ആവശ്യമായത് നന്നായി തണുപ്പിച്ച പാല്, പിന്നെ ഗ്രീൻ ആപ്പിൾ, സ്ട്രോബെറി, സ്പാനിഷ് ഡിലൈറ്റ് ഓർ വാനില ഓർ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം. ഈ 3 ഫ്ലേവറിൽ ഏതെങ്കിലും ഒന്ന്. ഇത്രയും കാര്യങ്ങൾ വേണം. പിന്നെ നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീമിൽ മധുരമുണ്ട്. അപ്പോൾ അത്രയും മധുരം മതി എന്നുള്ളവർക്ക് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ആപ്പിൾ ഞാൻ ഒരെണ്ണം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി ഞാൻ 150 ഗ്രാം എടുത്തിട്ടുണ്ട്. അതും കുറച്ച് പാലും പഞ്ചസാരയും ചേർത്തിട്ട് ആദ്യം നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഏറ്റവും അവസാനമേ നമ്മൾ ഐസ്ക്രീം ചേർക്കാൻ പാടുള്ളൂ. ആദ്യം നമുക്ക് നന്നായി അരയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം അടിക്കുമ്പോൾ ചൂടാവില്ല. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം അതിലാകനെ മെൽറ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ലാസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ സ്ട്രോബെറിയും ഗ്രീൻ ആപ്പിളും കുറച്ച് പാലും പിന്നെ പഞ്ചസാരയും ചേർത്തിട്ട് സ്ട്രോബെറിയും ഗ്രീൻ ആപ്പിളും നന്നായിട്ട് അരയണം. വലിയ ചെറിയ പീസെങ്ങാനും കടിക്കുക, പക്ഷെ എന്നാലും ഒരുവിധം നന്നായിട്ട് തന്നെ അരയണം. ഇനിയിപ്പോൾ ഗ്രീൻ ആപ്പിൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ആപ്പിൾ ചേർക്കാം. ഞാൻ ഗ്രീൻ ആപ്പിൾ ചേർക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പുളിയുള്ള ആപ്പിളാണല്ലോ നമ്മുടെ ഗ്രീൻ ആപ്പിൾ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ 2 ചേർത്ത് അരച്ചിട്ട് പിന്നെ നമ്മൾ ഐസ്ക്രീം ചേർത്തിട്ട് പിന്നെ നമ്മൾ ഒരുപാട് നേരം അടിക്കരുത്. ഒന്ന് നമ്മളിങ്ങനെ തൈരൊക്കെ ബ്ലെൻഡ് ചെയ്യില്ല, അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി മിൽക്ക് ഷേക്ക്. പക്ഷേ സ്ട്രോബെറിയുടെയും ഗ്രീൻ ആപ്പിളിൻ്റെയും അതുപോലെ ഐസ്ക്രീമിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണ് നമ്മുടെ ഈ സമ്മർ സ്പെഷ്യൽ മിൽക്ക് ഷേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയാം. ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ പുതിയ റെസിപ്പികളായിട്ട് വീണ്ടും നമുക്ക് കാണാം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.